സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം 29-ാം തീയതിയിലെയും 30-ാം തീയതിയിലെയും കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഇന്ന് 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2023 ഡിസംബറിൽ ഏത് നവോത്ഥാന നായകന്റെ 150-ാം ജന്മവാർഷികമാണ്? 2023 ഡിസംബറിൽ ഏത് നവോത്ഥാന നായകന്റെ 150-ാം ജന്മവാർഷികമാണ്? ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 150-ാം ജന്മവാർഷികമാണ് 2023 ഡിസംബറിൽ. രണ്ടാമത്തെ ചോദ്യം: കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന? കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. അപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്താണ്? കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. അടുത്ത മൂന്നാമത്തെ ചോദ്യം: സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേര്. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. അപ്പോൾ ക്രഷ് പദ്ധതി എന്താണ്? സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. നാലാമത്തെ ചോദ്യം: സംസ്ഥാനത്താദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്താദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? SAT ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. SAT ഹോസ്പിറ്റലിലാണ് ആദ്യമായിട്ട് എന്ത് വരുന്നത്? ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? SAT ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്. വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അപ്പോൾ ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അടുത്ത ആറാമത്തെ ചോദ്യം: INC-യുടെ എത്രാമത് സ്ഥാപക ദിനമാണ് 2023 ഡിസംബർ 28 ആചരിച്ചത്? INC-യുടെ എത്രാമത് സ്ഥാപക ദിനമാണ് 2023 ഡിസംബർ 28 ആചരിച്ചത്? എത്രാമത്തെയാണ്? 139. അപ്പോൾ INC-യുടെ എത്രാമത് സ്ഥാപക ദിനമാണ് 2023 ഡിസംബർ 28 ആചരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 139 ആണ്. അടുത്ത ചോദ്യം: അപ്പോഫീസ് 99942 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യത്തിന്റെ പേര്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. അപ്പോഫീസ് 99942 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് എന്ത്? ഒസിരിസ് അപ്പെക്സ്. അപ്പോ ഒസിരിസ് അപ്പെക്സ് എന്താണ്? അപ്പോഫീസ് 99942 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. അടുത്ത ചോദ്യം: കോ പൈലറ്റ് എന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് അവതരിപ്പിച്ച കമ്പനി. കോ പൈലറ്റ് എന്ന ജനറേറ്റീവ് AI അസിസ്റ്റന്റ് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ കോ പൈലറ്റ് എന്ന ജനറേറ്റീവ് AI അസിസ്റ്റന്റ് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം: സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിത.
സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിത ആരാണ്? നീന സിംഗ്. അപ്പോൾ ആരാണ് നീന സിംഗ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നീന സിംഗ് ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ നാടകകൃത്തും നടനുമായ വ്യക്തി. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ നാടകകൃത്തും നടനുമായ വ്യക്തി ആരാണ്? പ്രശാന്ത് നാരായണൻ. അപ്പോൾ പ്രശാന്ത് നാരായണൻ ആരായിരുന്നു? അദ്ദേഹം പ്രമുഖ നാടകകൃത്തും അതുപോലെ നടനുമായിരുന്നു. അടുത്ത 11ാമത്തെ ചോദ്യം, അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? എന്താണ് അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്? എന്താണ്? അയോധ്യ ധാം ജംഗ്ഷൻ. അപ്പോൾ അയോധ്യ ധാം ജംഗ്ഷൻ ആണ് അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. അപ്പോൾ അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? അയോധ്യ ധാം ജംഗ്ഷൻ. അടുത്ത 12ാമത്തെ ചോദ്യം, വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇന്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇന്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PS ശ്രീധരൻ പിള്ള. PS ശ്രീധരൻ പിള്ള. അപ്പോൾ വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇന്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PS ശ്രീധരൻ പിള്ളയാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, 2024 മുതൽ സൈലന്റ് വിമാനത്താവളമാകുന്ന കേരളത്തിലെ വിമാനത്താവളം. 2024 മുതൽ സൈലന്റ് വിമാനത്താവളമാകുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 2024 മുതൽ സൈലന്റ് വിമാനത്താവളമാകുന്ന കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളവും. അടുത്ത 14ാമത്തെ ചോദ്യം, 2023 അന്തരിച്ച തമിഴ് സിനിമാ നടനും DMDK പാർട്ടിയുടെ സ്ഥാപകനുമായ വ്യക്തി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. 2023 അന്തരിച്ച തമിഴ് സിനിമാ താരവും DMDK പാർട്ടിയുടെ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? വിജയകാന്ത്. ആരാണ്? വിജയകാന്ത്. അപ്പോൾ 2023 അന്തരിച്ച തമിഴ് സിനിമാ താരവും DMDK പാർട്ടിയുടെ സ്ഥാപകനുമായ വ്യക്തിയാണ് ആര്? വിജയകാന്ത്. അടുത്ത 15ാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയത് എവിടെയാണ്? കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയത് എവിടെയാണ്? കുട്ടനാട് വേമ്പനാട് കായൽ. അപ്പോൾ കുട്ടനാട് വേമ്പനാട് കായൽ ആണ് എന്താണ്? ബ്ലൂ കാർബണിന്റെ ശേഖരമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കുട്ടനാട് വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ RV അശോകൻ. ഡോക്ടർ RV അശോകൻ. അപ്പോൾ ഡോക്ടർ RV അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റത്. അടുത്ത ചോദ്യം, ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? സിബി മലയിൽ. അപ്പോൾ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സിബി മലയിലാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത്. ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. ആരാണ്? മാഗ്നസ് കാൾസൺ ആണ് ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയ ചെസ് താരം ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു 2023 ഡിസംബറിൽ ഏത് നവോത്ഥാന നായകന്റെ 180ാം ജന്മവാർഷികമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ. രണ്ടാമത്തെ ചോദ്യം, കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അപ്പോൾ കാർഷിക വിളകൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അടുത്ത മൂന്നാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശുപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ക്രഷ്. സർക്കാർ ജീവനക്കാർക്ക് ജോലി സ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ
ശിശുപരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് കൃഷ്. സംസ്ഥാനത്ത് ആദ്യമായി ജനിതകരോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ജനിതകരോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരം. വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്. വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ജംഗിൾ സഫാരി? വനം വികസന ഏജൻസികളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ ജംഗിൾ സഫാരി. അടുത്ത ചോദ്യം, INC-യുടെ എത്രാമത് സ്ഥാപക ദിനമാണ് 2023 ഡിസംബർ 28 ആചരിച്ചത്? INC-യുടെ എത്രാമത്തെ സ്ഥാപക ദിനമാണ് 2023 ഡിസംബർ 28 ആചരിച്ചത്? എത്രാമത്തെയാണ്? 139. അടുത്ത ചോദ്യം, അപ്പോഫിസ് 99942 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യം എന്താണ്? ഒസിരിസ് അപ്പെക്സ്. അപ്പോഫിസ് 99942 എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് ഒസിരിസ് അപ്പെക്സ്. എട്ടാമത്തെ ചോദ്യം, കോപൈലറ്റ് എന്ന ജനറേറ്റീവ് AI അസിസ്റ്റന്റ് അവതരിപ്പിച്ച കമ്പനി. കോപൈലറ്റ് എന്ന ജനറേറ്റീവ് AI അസിസ്റ്റൻസ് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? മൈക്രോസോഫ്റ്റ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിത ആരാണ്? നീന സിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരാണ്? നീന സിംഗ്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ നാടകകൃത്തും നടനുമായ വ്യക്തി ആരാണ്? പ്രശാന്ത് നാരായണൻ. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ. അയോധ്യ ധാം ജംഗ്ഷൻ. അപ്പോൾ അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അയോധ്യ ധാം ജംഗ്ഷൻ. വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇന്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PS ശ്രീധരൻ പിള്ള. അപ്പോൾ PS ശ്രീധരൻ പിള്ളയാണ് വി ദക്ഷിണാമൂർത്തി മെമ്മോറിയൽ ഇന്റർനാഷണൽ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായത്. 2024 മുതൽ സൈലന്റ് വിമാനത്താവളമാകുന്ന കേരളത്തിലെ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 2023 അന്തരിച്ച തമിഴ് സിനിമാ താരവും DMDK പാർട്ടിയുടെ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? വിജയകാന്ത്. കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയത് എവിടെയാണ്? കുട്ടനാട് വേമ്പനാട് കായൽ. അപ്പോൾ കുട്ടനാട് വേമ്പനാട് കായലിലാണ് എന്താണ്? കേരളത്തിൽ ബ്ലൂ കാർബൺ ശേഖരമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഡോക്ടർ RV അശോകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ RV അശോകൻ. ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? സിബി മലയിൽ. അപ്പോൾ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരെയാണ്? സിബി മലയിലിനെയാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം, ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത്. ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാഴ്സൺ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഡിസംബർ 29 തീയതിയിലെയും 30 തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.